ഹായ് ഫ്രണ്ട്സ്, എക്സാം കഴിഞ്ഞ് എല്ലാവരും വീട്ടിലെത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. +2 വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഫിസിക്സ് എക്സാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സോഷ്യോളജി, ആന്ത്രപ്പോളജി. +1 വിദ്യാർത്ഥികൾക്ക് കൂടുതലായും സെക്കൻഡ് ലാംഗ്വേജ് എക്സാം തന്നെയായിരുന്നു. സെക്കൻഡ് ലാംഗ്വേജ് എക്സാമിന് സമയം തികയാതെ, പ്രത്യേകിച്ച് മലയാളം പോലുള്ള സെക്കൻഡ് ലാംഗ്വേജിന് സമയം തികയാതെ ബുദ്ധിമുട്ട് കുട്ടികൾ കണ്ടു. അതൊരു പ്ലാൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാതെ കൊണ്ടായിരിക്കുമോ എന്ന് തോന്നുന്നു. എന്തായാലും എക്സാം എങ്ങനെയായിരുന്നു? മലയാളം കുഴപ്പമില്ല എന്ന് പറയുന്നത് കേട്ടു. ഇപ്പോൾ ഈ വീഡിയോ കേൾക്കുന്ന വ്യത്യസ്ത സെക്കൻഡ് ലാംഗ്വേജ് എക്സാമിൽ നിന്ന് അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ എക്സാം എന്ന് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അത് മറ്റു കുട്ടികൾക്കും അവരുടെ എക്സ്പീരിയൻസുമായി കമ്പയർ ചെയ്യാൻ സഹായിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫിസിക്സ് ഒത്തിരി കുട്ടികൾ കുഴപ്പമില്ല പറഞ്ഞു, എന്നാൽ കുറേ പേര് മോശം എന്ന് പറഞ്ഞു. കുറേ പേര് ഒന്നും എഴുതാതെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. പഠിക്കായിട്ടാണോ അല്ല ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടായിട്ടാണോ എന്താണെന്ന് നിങ്ങൾക്കേ മനസ്സിലാവുള്ളൂ. കാരണം നമ്മുടെ സാധാരണ വരുന്ന ക്വസ്റ്റ്യൻ അല്ലേ വന്നത്, മാറി വന്നോ? എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സോഷ്യോളജി, ആന്ത്രപ്പോളജി ഇന്ന് എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഫസ്റ്റ് എക്സാം എന്ന് കമൻറ്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ എക്സാം ഈസി ആയാലും അഥവാ ബുദ്ധിമുട്ട് തോന്നിയാലും ഇനി കൂടുതൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇനി നെക്സ്റ്റ് എക്സാമിനെ കുറിച്ച് ചിന്തിക്കുക, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഈസി ആയവർ അതിൻ്റെ എനർജിയും കൂടി അടുത്ത എക്സാമിന് ഉപയോഗപ്പെടുത്തുക. ബുദ്ധിമുട്ടായവർ അടുത്ത എക്സാം ഈസി ആക്കണമെന്ന ഒരു വാശിയോടുകൂടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തായാലും നിങ്ങളുടെ ഇന്നത്തെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്നറിയാൻ ഞാൻ കാത്തിരിക്കുന്നു.